ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പാലക്കാട് വന്നേക്കുവാണ്. ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും നമുക്ക് പാലക്കാട് വേറെ സ്ഥലങ്ങൾ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം കാണുന്ന പാർട്ടീസിൻ്റെ പേര് ഞാൻ പറയാം. ഒന്ന് പപ്പ, മമ്മി, ചേട്ടൻ, പിന്നെ രമാമ്മച്ചി, ജയദേവൻ അച്ചാച്ചൻ. അപ്പോൾ ഫാമിലിയോടൊത്ത് ആണ് ഞാൻ ഈ പാലക്കാട് ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. എല്ലാവരും ഇവിടെ എക്സൈറ്റ്മെൻറ്റ് കാരണം എത്തി നോക്കുന്ന കണ്ടു. അപ്പോൾ നമുക്കും ഇവിടെ എത്തി നോക്കി എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആമകളും മീനുകളുമാണ് ഇവിടെ ഉള്ളത്. ഫോർട്ടിൻ്റെ എൻട്രിയിലായിട്ട് തന്നെ ഇന്ത്യയുടെ ഒരു വലിയ പതാക വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ബേസ് ആയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പം നമ്മൾ ആമയെ കാണാൻ വേണ്ടി എത്തി നോക്കിയ സ്ഥലമില്ലേ, അതേപോലെ ഈ കോട്ടയ്ക്ക് ചുറ്റും ഫുള്ള് വെള്ളമാണുള്ളത്. അപ്പോൾ ഈ കോട്ട എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ്, വലിയ മതിലുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കോർണേഴ്സിൽ വലിയൊരു സെമി സർക്കിളിലുള്ള മതിലുകളെല്ലാം വലിയ രീതിയിൽ കെട്ടിയിട്ടുണ്ട്. അത് നമുക്കിനി കാണാവുന്നതാണ്. ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടയുടെ അകത്ത് തന്നെ ഒരു ആഞ്ജനേയ ടെമ്പിളുണ്ട്. ആഞ്ജനേയ ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ്റെ ക്ഷേത്രമാണ്. വീഡിയോയിൽ വരും പപ്പ. പാലക്കാട് ഫോർട്ടിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ രാജാ കോമ്പിയച്ചൻ്റെ ആയിരുന്നു ഈ പാലക്കാട് ഫോർട്ട്. അപ്പോൾ പുള്ളിയെ ത്രട്ടൺ ചെയ്തതാണ് സാമൂതിരി രാജ എന്ന് പറഞ്ഞ ആൾ. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി രാജാ കോമ്പിയച്ചൻ ഹൈദരാലിയുടെ സഹായം തേടി. ഫൈനലി ഹൈദരാലി ഈ ചാൻസ് എടുത്തിട്ട് കേരളം ഇൻവൈഡ് ചെയ്തു. പിന്നീട് ഒരു ഫ്രഞ്ച് എഞ്ചിനീയറുടെ സഹായത്തോടെ ഹൈദരാലി ഈ ഫോർട്ട് റീബിൽഡ് ചെയ്തു 18ാം സെഞ്ച്വറിയിൽ. അപ്പോൾ സോൾജേഴ്സ് വന്നിരുന്ന് എതിരാളികളെ നേരിടുന്ന സ്ഥലമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതേപോലത്തെ ഷേപ്പിലുള്ള 9 സ്ഥലങ്ങളാണുള്ളത്, സർക്കിൾ പോലത്തെ. പറഞ്ഞോ, എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഓട്ടോമേ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോട്ടയ്ക്ക് ചുറ്റും വെള്ളമാണുള്ളത്. അപ്പോൾ ശത്രുക്കൾക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. നേരെ നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പം തലയും കുത്തി തറയും വീഴും. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പം എല്ലാവരും നേരെ നോക്കി നടക്കണം. നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഈ കോട്ട ഇരിക്കുന്നത്. അതിൻ്റെ ഓരോ കോർണേഴ്സിലും ഇതേപോലെ ഉള്ള സർക്കിൾ ഭാഗമുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കണ്ടത് അത് വേറെ ഒരു സർക്കിൾ ഭാഗമായിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലും ഉണ്ട്, അതുപോലെ കാറ്റും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മേ ബി ഇനി ഒരു ഇതേപോലത്തെ പ്ലേസും കൂടെ കണ്ടിട്ട് നമുക്ക് ഇച്ചിരി തണലുള്ള സ്ഥലത്ത് പോയിരിക്കാം. അതിൻ്റെ ഔട്ട്ലൈൻ അല്ലേ, 9 ഇതുണ്ട് സംഭവം. അതാണ് ഫോർട്ട്. ഏതാ അമ്പലം?
ഇതാണ് ഫോർട്ടിനകത്തുള്ള ഒരു കുളം. അപ്പോൾ കുളത്തിൻ്റെ കുറച്ചും കൂടെ അടുത്തുള്ള വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഫൈനലി അങ്ങനെ നമ്മൾ കുറച്ച് തണലുള്ള സ്ഥലത്തെത്തി. ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ ഒരു ബ്രാഞ്ച് വന്ന് താഴെ വന്ന് വീണിട്ട് വീണ്ടും അത് മുകളിലേക്ക് പോയേക്കുവാണ്. അപ്പോൾ ഒരു 2 മരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചറൽ വ്യൂസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഫോർട്ടിനോട് ചേർന്നുള്ള ഗാർഡനിലേക്കാണ്. ഗാർഡൻ്റെ പേര് വാടിക എന്നാണ്. ഗാർഡൻ എന്ന പേര് പറഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഗാർഡൻ പ്ലസ് പാർക്കാണുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി വളരെയധികം സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നല്ല തണലുള്ള മരങ്ങളുണ്ട്. അപ്പം ചുട്ട വെയിലത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണുള്ളത്. അപ്പോൾ ഫോർട്ട് കാണാൻ വരുന്നവർ ഇതെന്തായാലും മിസ് ചെയ്യരുത് ഈ ഒരു ഗാർഡൻ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടോട്ട് നോക്കിയാലും പച്ച, ഭയങ്കര ഗ്രീനറിയാണുള്ളത്. അതുപോലെ തന്നെ ഈ പാർക്കെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും ലവേഴ്സ് ആണുള്ളത്. ലവേഴ്സ് പാർക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇത്ര വരെ എടുക്കുന്നുള്ളൂ. ഇനിയും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ഒരു കാര്യം കൂടെ ഉണ്ട്, പോകരുത്. എല്ലാവരും ഒരു ബൈ പറഞ്ഞോ. ബൈ പറ.